ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം മെയ്ഡ് കുക്കിംഗ് ആൻഡ് ക്രാഫ്റ്റ്സ്. ഇന്ന് നമുക്ക് പെസഹ അപ്പവും പാലും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് പച്ചരി ഒരു ബൗളിലിടാം. അതിലേക്ക് 1/2 കപ്പ് ഉഴുന്ന്, മുഴുവനോടെയുള്ള ഉഴുന്നോ സ്പ്ലിറ്റായിട്ടുള്ള ഉഴുന്നും ഇടാം. അത് 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഒരു 3 മണിക്കൂർ കുതിർക്കാൻ വെക്കാം. 3 മണിക്കൂറിന് ശേഷം മിക്സിയുടെ ജാറിൽ പച്ചരി ഉഴുന്നും കൂടി കുതിർത്ത് ഇടാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇടാം. ആവശ്യത്തിന് ഉപ്പിടാം. ഒരു വെളുത്തുള്ളി, ഒരു ചെറിയ ഉള്ളി, അരമുറി തേങ്ങ, അതിൽ 2 ടേബിൾ സ്പൂൺ കുറച്ചിട്ടാൽ മതി. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. തരിയൊന്നുമില്ലാണ്ട് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുരുത്തോലില്ലാത്തതുകൊണ്ട് കുറച്ച് വിശുദ്ധ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടെല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കണ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയോ നെയ്യോ തടവുക. എന്നിട്ട് അതിലേക്ക് അരച്ചു വെച്ച കൂട്ടൊഴിക്കുക. ഇത് 2 എണ്ണത്തിന് ഉണ്ടാക്കാനുണ്ടാവും. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ആവിയിട്ട വെള്ളം ചൂടാകുമ്പോൾ അതിലേക്ക് അപ്പം വെക്കുക. ഒരു 15 മിനിറ്റോളം വേഗം ഉണ്ടാവും. പകുതി വേഗമാകുമ്പോൾ കുരുത്തോലയും കൂടി വെച്ചിട്ട് ബാക്കി ആവിയിട്ട് എടുക്കാം. ആദ്യം മുറിക്കണ അപ്പത്തിൽ മാത്രം കുരുത്തോല വെക്കാം. ഇനി നമുക്ക് പാലുണ്ടാക്കാം. അതിനായിട്ട് 2.5 കട്ട ശർക്കര ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ശർക്കരയെല്ലാം ഉരുകുന്നവരെ തിളപ്പിക്കുക. ശർക്കരയൊക്കെ ഉരുകി വരുമ്പോൾ അതൊന്ന് അരിച്ചെടുക്കുക. അരമുറി തേങ്ങ 2 ടീസ്പൂൺ എക്സ്ട്രാ കൂടി എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒരു 3.5 ഗ്ലാസോളം തേങ്ങാപ്പാലെടുക്കുക. 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, കുറച്ച് തേങ്ങാപ്പാലിൽ കട്ടയെല്ലാം ഉടച്ചെടുത്തിട്ട് അതിലോട്ടൊഴിക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓൺ ചെയ്യുക. ഇതൊന്ന് കുറുകുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. കട്ടി കുറച്ച് ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് ഒരു നുള്ളു ഉപ്പ് ഇടുക. മധുരം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒരു നുള്ളു ഉപ്പ് ഇടുന്നത്. കുറുകി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇടുക. ഒന്ന് കുറുകി വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടി കുറുകി വരും.